പഠിച്ചിട്ട് പോലും അവർക്ക് A+ എത്താൻ സാധിച്ചില്ല. അതിന്റെ കാരണം എന്താണ്? 1.5 മണിക്കൂർ പോലും ഇവർക്ക് തികയാതെ പോകും. എക്സാം വൈറ്റ് സ്പേസ് അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറും ഇംപ്രസ്ഡ് ആണ്. നിങ്ങളുടെ ആൻസർ കൂടി ചെയ്യുകയാണെങ്കിൽ അത് ടീച്ചേഴ്സ്മാർക്ക് എന്താണ് നോക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മാർക്കൊക്കെ എന്താണ് ഇടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ഹായ് ഡിയേഴ്സ്, അപ്പൊ മക്കളെ, മുൻവർഷങ്ങളിൽ പല കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിച്ചിട്ട് പോലും അവർക്ക് A+ എത്താൻ സാധിച്ചില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ വിശദീകരണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫുൾ മാർക്കിൽ എത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ലാംഗ്വേജ് എക്സാംസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ എക്സാം ഹാളിൽ കയറുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കൂൾ ഓഫ് ടൈം നിങ്ങൾ മറ്റുള്ളവരെ തോണ്ടിയിട്ട് അവരെ ശല്യപ്പെടുത്താതെ നമുക്ക് ആ അനുവദിച്ചിരിക്കുന്ന ആ ഒരു 15 മിനിറ്റ് നന്നായിട്ട് വിനിയോഗിക്കുക. അറിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടെ ഓർത്തെടുക്കുകയും ചെയ്യുക. അപ്പൊ ഈ മറ്റുള്ളവരെ തോണ്ടരുതെന്ന് പറയുന്നതിലേക്ക് വരുന്ന ഒരു കാര്യം കൂടെയാണ്. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ എക്സാം ഹാളിൽ, അവർ വേണമെങ്കിൽ കൂടുതൽ പേപ്പേഴ്സ് വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് എക്സാം കംപ്ലീറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങളുടെ ആൻസർ ഷീറ്റിലും ഫോക്കസ് ചെയ്യാം. അതെ, ഈ ചിലപ്പോൾ അവർ കൂടുതൽ പേപ്പർ വാങ്ങുന്നത് അവർ ചിലപ്പോൾ ആദ്യം എഴുതുന്നത് 6 മാർക്കിന്റെ ചോദ്യമായിരിക്കും, നമ്മൾ എഴുതുന്നത് 1 മാർക്കിന്റെയും 2 മാർക്കിന്റേതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോ ആൻസർ നോക്കുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ച് ആദ്യം അവരൊന്ന് നീറ്റ്നെസ് നോക്കും. അപ്പൊ നീറ്റ്നെസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫ്രണ്ട് പേജ്, ആദ്യം എഴുതുന്ന പേജിൽ കൂടുതൽ വെട്ടും കുത്തും ഒന്നുമില്ലാതെ അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോ പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് കുറച്ചെന്താണ് വൃത്തിയില്ലായ്മ തോന്നിയാലും അവർക്ക് മനസ്സിലാകും സമയം അധികരിച്ചത് കൊണ്ട് നിങ്ങൾ കുറച്ച് സ്പീഡിൽ എഴുതിയത് കൊണ്ടാണ്. ഇതിന്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ്, അത് ഞാൻ നേരത്തെ പറയാൻ വന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് നിങ്ങൾ പേപ്പർ ടൈ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ വിസിബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ തന്നെ, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ കണ്ടിട്ടില്ല, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ കെട്ടിയതിന്റെ ഉള്ളിൽ എങ്ങാനും ആയി പോയതാണെങ്കിൽ കൂടെയും എന്താണ് അതിന് മാർക്ക് ചിലപ്പോൾ കിട്ടാതെ പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഓരോന്നിനും കൊടുത്തിട്ടില്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊള്ളണം. പ്രത്യേകിച്ച് നമ്മളൊരു എസ്സി ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ കാണുന്നില്ലെങ്കിൽ എത്ര മാർക്ക് പോയി എന്നുള്ളതാണ്. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അതായത് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 4 മാർക്കിന്റെ 6 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. 1 മാർക്കിന് ഞാൻ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ 1 മാർക്കിന്റെ എഴുതി തീർക്കും, ഒരു 2 മാർക്കിന്റെ ഒരു 10 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കും, 4 മാർക്കിന് ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഒരു 10 മിനിറ്റ് മാക്സിമം എടുക്കും. ഇല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് സമയം പാലിച്ചിട്ടില്ലെങ്കിൽ 1.5 മണിക്കൂർ പോലും ഇവർക്ക് തികയാതെ പോകും എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പലരും സമയം തികയുന്നില്ല എന്ന് പറയുന്നത്. അതേപോലെ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു വേർഡ് ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, 5 മാർക്കിന് ഇത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ 8 മാർക്കിന്റെ ആൻസേഴ്സ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതും നമുക്ക് ഇതേപോലെ സമയം, അതാണ് 2 മാർക്കിന് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു 2 3 വരിയിൽ എഴുതിയാൽ മതി. അതിന് നിങ്ങൾ ഒരു പേജ് നിറച്ചും എനിക്ക് ഉത്തരം അറിയാം എന്ന് വിചാരിച്ച് എഴുതിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. 2 മാർക്കേ അതിന് ലഭിക്കൂ എന്നുള്ളത് നിങ്ങൾ ബോധ്യമുണ്ടായിരിക്കണം. പിന്നെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയാൽ മതി, ആ ചാപ്റ്റർ മുഴുവൻ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അതെ, ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ വരുന്ന കീവേഡ്സിന് മാത്രമേ നിങ്ങൾക്ക് മാർക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ആ സ്റ്റോറി ഫുള്ള് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ 6 മാർക്കിനൊക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതല്ലോ. അപ്പോൾ ടീച്ചേഴ്സ്മാർ ഇതിങ്ങനെ നോക്കിയിട്ട് അതിൽ ഏതാണ് പോയിന്റ് എന്ന് ചിലപ്പോൾ അവര് എടുത്തു നോക്കണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സിന്റെ അടിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അത് ടീച്ചേഴ്സ്മാർക്ക് എന്താണ് നോക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മാർക്കൊക്കെ എന്താണ് ഇടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കീവേഡ്സ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പാരഗ്രാഫ് ഡിവിഷനും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതെന്റെ ഇൻട്രൊഡക്ഷൻ, ഇതെന്റെ മിഡിൽ പോർഷൻ, ഇതെന്റെ കൺക്ലൂഷൻ എന്നുള്ളത് ടീച്ചർക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ആ വൈറ്റ് സ്പേസ് അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറും ഇംപ്രസ്ഡ് ആണ്, നിങ്ങളുടെ ആൻസർ ഷീറ്റിന് ഒരു വൃത്തി ഉണ്ടാവുകയും ചെയ്യും. അതെ, നമ്മുടെ ലാംഗ്വേജസിൽ കൃത്യമായിട്ട് എന്താണ് നമുക്ക് ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജൊക്കെ എഴുതണം എന്ന് പറയുന്ന സമയത്ത് അത് പാരഗ്രാഫ് തിരിച്ച് തന്നെ നിങ്ങൾ എഴുതാൻ നോക്കുക. ചില കുട്ടികളുണ്ടാവും ഒറ്റ ഒരു പേജ് നിറച്ച് ഇങ്ങനെ എന്താണ് ഒരു പാരഗ്രാഫ് തിരിക്കുക
ശ്രദ്ധിക്കാതെ എന്തോ എഴുതി വെച്ചതുപോലെ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു എന്താ പറയുന്നത് ഓരോ പാരഗ്രാഫും ഖണ്ഡികയായിട്ട് മലയാളത്തിൽ പറയാം, ഓരോ പാരഗ്രാഫ് ആയിട്ട് തിരിച്ചെഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് എക്സാംസിന് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അല്ലെ മിസ്സേ? ബൈ.